ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ഹരിഷ്ണ. സംസ്ഥാനത്ത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായുള്ള കരട് വോട്ടർ പട്ടിക ഇന്ന് പ്രസിദ്ധീകരിക്കും. പട്ടികയിന്മേലുള്ള പരാതികൾ അടുത്ത മാസം 22 വരെ voters.eci.gov.in എന്ന പോർട്ടലിൽ സമർപ്പിക്കാം. സഹായത്തിനായി 1950 എന്ന നമ്പറും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റും ഉപയോഗപ്പെടുത്താവുന്നതാണ്. അന്തിമ വോട്ടർ പട്ടിക ഫെബ്രുവരി 21 പ്രസിദ്ധീകരിക്കും. വോട്ടർ പട്ടികയുടെ കൃത്യത ഉറപ്പാക്കാൻ എല്ലാ സമ്മതിദായകരും ഈ അവസരം ഉപയോഗപ്പെടുത്തണമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ അറിയിച്ചു. കേരളത്തിനു പുറമെ ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, ആൻഡമാൻ നിക്കോബാർ എന്നിവിടങ്ങളിലും കരട് പട്ടിക ഇന്ന് പ്രസിദ്ധീകരിക്കും. രാജ്യത്തെ 8 പ്രധാന വ്യവസായങ്ങളുടെ സംയുക്ത സൂചികയിൽ ഈ വർഷം 1.8% വർധന രേഖപ്പെടുത്തിയതായി കേന്ദ്ര സർക്കാർ. സിമന്റ്, സ്റ്റീൽ, വളം, കൽക്കരി എന്നീ മേഖലകൾ മികച്ച വളർച്ച കൈവരിച്ചതായി വാണിജ്യ വ്യവസായ മന്ത്രാലയം അറിയിച്ചു. സിമന്റ് 14.5%, സ്റ്റീൽ 6.1%, വളം 5.6%, കൽക്കരി 2.1% വർധന രേഖപ്പെടുത്തി. രാജ്യത്തെ ഇൻഫ്ലുവൻസ നിയന്ത്രണത്തിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ യോജിച്ച് പ്രവർത്തിക്കണമെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നഡ്ഡ ന്യൂഡൽഹിയിൽ നടക്കുന്ന 2 ദിവസത്തെ ചിന്തൻ ശിബിറിനെ ഓൺലൈനായി അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. രോഗപ്രതിരോധത്തിൽ മുന്നൊരുക്ക പ്രവർത്തനങ്ങൾക്കും ഏറെ പ്രാധാന്യമുണ്ടെന്ന് ശ്രീ JP നഡ്ഡ പറഞ്ഞു. US ഉപഗ്രഹം വിക്ഷേപിക്കാനൊരുങ്ങി ISRO. യുഎസിന്റെ AST സ്പേസ് മൊബൈൽ ബ്ലൂ ബേർഡ് ബ്ലോക്ക് 2 ആശയവിനിമയ ഉപഗ്രഹം നാളെ രാവിലെ 8:54 LVM-3 M6 റോക്കറ്റിൽ വിക്ഷേപിക്കും. ലോ എർത്ത് ഭ്രമണപഥത്തിലെ ഏറ്റവും വലിയ വാണിജ്യ ആശയവിനിമയ ഉപഗ്രഹവും ഇന്ത്യയിൽ നിന്ന് LVM-3യിലൂടെ വിക്ഷേപിച്ച ഏറ്റവും ഭാരമേറിയ പേലോഡുമായിരിക്കും ബ്ലൂ ബേർഡ് ബ്ലോക്ക് 2. ആഗോളതലത്തിൽ ഉപഗ്രഹത്തിലൂടെ നേരിട്ടുള്ള 4G 5G കണക്ടിവിറ്റി ലഭ്യമാക്കുകയാണ് ദൗത്യത്തിന്റെ ലക്ഷ്യം. സംസ്ഥാനത്ത് സ്വർണ്ണവില സർവകാല റെക്കോർഡിൽ. പവൻ വില 1 ലക്ഷം കടന്നു. ഇന്ന് 1760 രൂപ വർദ്ധിച്ച് 1,01,600 രൂപയായി. ഗ്രാമിന് 220 രൂപ കൂടി 12,700 രൂപയിലെത്തി. 1 വർഷം കൊണ്ടാണ് സ്വർണ്ണവില ഇരട്ടിയായത്. ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചു. അടിയന്തര നടപടികൾ സ്വീകരിക്കാൻ മൃഗസംരക്ഷണ മന്ത്രാലയം സംസ്ഥാന സർക്കാരിന് നിർദ്ദേശം നൽകി. ആലപ്പുഴയിലെ നെടുമുടി, കരുവാറ്റ, കാർത്തികപ്പള്ളി, തകഴി, പുറക്കാട് എന്നിവിടങ്ങളിലും കോട്ടയത്തെ കുറുപ്പന്തറ, മാഞ്ഞൂർ, കല്ലുപുരയ്ക്കൽ, വെള്ളൂർ എന്നിവിടങ്ങളിലുമാണ് പക്ഷിപ്പനി സ്ഥിരീകരിച്ചത്. മണ്ഡലപൂജയ്ക്ക് സമാപനം കുറിച്ച് ശബരിമല അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്താനുള്ള തങ്ക അങ്കിയും വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെട്ടു. ഇന്നു രാവിലെ 5 മുതൽ 7 വരെ തങ്ക അങ്കി ദർശിക്കാൻ ഭക്തർക്ക് സൗകര്യമൊരുക്കിയിരുന്നു. ഈ മാസം 26 വൈകിട്ട് തങ്കയങ്കി ചാർത്തി ദീപാരാധന നടക്കും. 27 മണ്ഡലപൂജ. സംസ്ഥാനത്ത് 10ാം ക്ലാസ് വരെയുള്ള പരീക്ഷകൾ പൂർത്തിയാകുന്നതോടെ ക്രിസ്മസ് അവധിക്കായി ഇന്ന് സ്കൂളുകൾ അടയ്ക്കും. 12 ദിവസത്തെ അവധിക്ക് ശേഷം ജനുവരി 5 തുറക്കും. സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതി മെഡിസെപ്പിന്റെ പ്രീമിയം തുക വർദ്ധിപ്പിച്ചു. പ്രതിമാസം 500 രൂപയായിരുന്ന പ്രീമിയം 810 രൂപയാക്കി. വിരമിച്ചവരുടെ പ്രീമിയം പെൻഷൻ തുകയിൽ നിന്ന് ഈടാക്കും. ഇന്ന് ദേശീയ കർഷക ദിനം. ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രിയും ഭാരതരത്ന പുരസ്കാര ജേതാവുമായ ചൌധരി ചരൺ സിംഗിന്റെ ജന്മദിനമാണ് ദേശീയ കർഷക ദിനമായി ആചരിക്കുന്നത്. കാർഷിക പുരോഗതിക്കും കർഷകരുടെ അഭിവൃദ്ധിക്കുമായി ചൌധരി ചരൺ സിംഗ് നൽകിയ സംഭാവനകൾ രാജ്യം എന്നും ഓർമ്മിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുസ്മരിച്ചു. പൊതുജനങ്ങൾക്ക് യാത്രയ്ക്കിടെ ശുചിമുറികൾ കണ്ടെത്താൻ സഹായകമാകുന്ന ക്ലൂ മൊബൈൽ ആപ്ലിക്കേഷൻ സംസ്ഥാനത്ത് ഇന്ന് പുറത്തിറക്കും. ക്ലൂ സംവിധാനത്തിന്റെ ഉദ്ഘാടനം മന്ത്രി MB രാജേഷ് തിരുവനന്തപുരത്ത് നിർവഹിക്കും. തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ മാലിന്യമുക്തം നവകേരളം പദ്ധതിയുടെ ഭാഗമായി ശുചിത്വ മിഷനാണ് ക്ലൂ ആപ്പ് സജ്ജമാക്കിയത്. സംസ്ഥാന സർക്കാരിന്റെ സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയിലേക്ക് ആദ്യ ദിവസം അപേക്ഷിച്ചത് 2500 പേർ. നിലവിൽ മറ്റ് സാമൂഹിക ക്ഷേമ പദ്ധതികളുടെയോ പെൻഷനുകളുടെയോ ഗുണഭോക്താക്കളല്ലാത്ത അർഹരായ സ്ത്രീകൾക്ക് പ്രതിമാസം 1000 രൂപ വീതമാണ് പദ്ധതി പ്രകാരം പെൻഷൻ നൽകുന്നത്. 35നും 60 വയസ്സിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾക്കും ട്രാൻസ് വുമൺ വിഭാഗത്തിൽപ്പെട്ടവർക്കും പദ്ധതിയുടെ പ്രയോജനം ലഭിക്കും. അപേക്ഷകൾ ksmart.lsgkerala.gov.in സമർപ്പിക്കാം. പുതുച്ചേരിയിൽ വ്യാജമരുന്ന് നിർമ്മാണത്തിനെതിരെയുള്ള അന്വേഷണം കേന്ദ്ര ഏജൻസികൾക്ക് കൈമാറണമെന്ന് ശുപാർശ ചെയ്ത് ലഫ്റ്റനന്റ് ഗവർണർ K കൈലാസനാഥൻ. CBCIDയുടെ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ CBI, ദേശീയ അന്വേഷണ ഏജൻസി തുടങ്ങിയവയ്ക്ക് അന്വേഷണം കൈമാറണമെന്നാണ് ശുപാർശ. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർ ഉൾപ്പെട്ട കുറ്റകൃത്യമായതിനാൽ ദേശീയ തലത്തിലുള്ള അന്വേഷണമാണ് ആവശ്യമെന്ന് ലഫ്റ്റനന്റ് ഗവർണർ പറഞ്ഞു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.